Welcome to Simplifying Law. In our first video, we are starting our LLB series with an introduction to tort. നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡെഫിനിഷൻ ഓഫ് ടോർട്ട് ആണ്. ടോർട്ട് എന്ന് പറയുന്നത് ഒരു ലാറ്റിൻ ടേമായ ടോർട്ടം എന്ന് പറഞ്ഞിട്ടുള്ളൊരു വാക്കിൽ നിന്നാണ് വന്നത്. അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് ട്വിസ്റ്റ് എന്നാണ്. ഈ ടോർട്ട് സിഗ്നിഫൈസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഈ ടോർട്ട് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു റോങ്ഫുൾ ആക്ടിനെയാണ്. ടോർട്ട് ഇംപ്ലിഫൈസ് എ കണ്ടക്ട് വിച്ച് ഇസ് നോട്ട് ലോഫുൾ. അതായത് ഒരു ലോഫുൾ അല്ലാത്ത ഒരു പ്രവൃത്തി നമ്മൾ ചെയ്യുമ്പോൾ അതിനെ നമ്മൾ ടോർട്ട് എന്ന രീതിയിൽ പറയും. അതൊരു ലീഗൽ റോങ്ങോ അതല്ലെങ്കിൽ ഒരു അൺലോഫുൾ ആക്ടിവിറ്റിയോ ആവാൻ പറ്റും. അപ്പോൾ ഇനി നമ്മൾ സാൽമണിൻ്റെ ഡെഫിനിഷനാണ് പറയണത്. Tort is a civil wrong for which the remedy is an action for damages and which is not exclusively the breach of contract or breach of trust or breach of merely equitable obligations. അതായത് ടോർട്ട് എന്ന് പറയുന്ന ഒരു സിവിൽ റോങ് ആണ്. അത് എന്തിനാണ് ഈ ടോർട്ട്? നമുക്ക് ഡാമേജസ് ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതൊരു ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റോ ബ്രീച്ച് ഓഫ് ട്രസ്റ്റോ ബ്രീച്ച് ഓഫ് ഇക്വിറ്റബിൾ ഒബ്ലിഗേഷനോ അല്ല. ഇതാണ് സാൽമണിൻ്റെ ഡെഫിനിഷൻ കൊണ്ട് ഇതിൽ ഉദ്ദേശിക്കുന്നത്. ഡെഫിനിഷനാണ് നോക്കുന്നത്. ടോർഷ്യസ് ലയബിലിറ്റി അറൈസസ് ഫ്രം ദ ബ്രീച്ച് ഓഫ് ഡ്യൂട്ടി പ്രൈമർലി ഫിക്സ്ഡ് ബൈ ലോ. അതായത് നമ്മുടെ ലോയിൽ എന്തെങ്കിലും ഒരു ബ്രീച്ച് ഓഫ് ഡ്യൂട്ടി അറൈസ് ചെയ്യുമ്പോഴാണ് ടോർഷ്യസ് ലയബിലിറ്റി വരുന്നത്. ഈ ടോർഷ്യസ് ലയബിലിറ്റിനെ കുറിച്ചിട്ട് സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ ഇടാം. ദിസ് ഡ്യൂട്ടി ഈസ് ടുവേർഡ്സ് പേഴ്സൺ ജനറലി. അതായത് ഇതൊരു സ്പെസിഫിക് പേഴ്സൺസിന് മാത്രമല്ല, ജനറലി ഇല്ല, എല്ലാ ആൾക്കാർക്കും എന്ത് ബാധകമാണ്? ഈ ഡ്യൂട്ടി ബാധകമാണ്. ആൻഡ് ഇറ്റ്സ് ബ്രീച്ച് ഈസ് റിഡ്രസബിൾ ബൈ ആൻ ആക്ഷൻ ഫോർ അൺലിക്വിഡേറ്റഡ് ഡാമേജസ്. അതായത് ഇതിൻ്റെ നമുക്കിങ്ങനെ ഒരു ബ്രീച്ച് ഉണ്ടാവുകയാണെങ്കിൽ അതിൻ്റെ ആക്ഷൻ നമുക്ക് എന്തായിട്ടായിരിക്കും വരിക? ഒരു അൺലിക്വിഡേറ്റഡ് ഡാമേജസ് ആയിട്ടായിരിക്കും വരിക. ഈ അൺലിക്വിഡേറ്റഡ് ഡാമേജസ് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഒരാൾക്ക് ഇത്ര പെർട്ടിക്കുലർ എമൗണ്ട് ഉണ്ടായിരിക്കില്ല. ഓരോ ടോർട്ടിൻ്റെയും വ്യത്യാസം അനുസരിച്ച് ഓരോ എമൗണ്ട് ആയിരിക്കും കോർട്ട് അവർക്ക് ക്ലെയിം ചെയ്ത് കൊടുക്കുന്നുണ്ടാവുക. ഇനി നമ്മൾ മേലെ പറഞ്ഞതിൻ്റെ എസെൻഷ്യൽസാണ് ഈ താഴെ പറയുന്നത്. അതായത് ആ ഡെഫിനിഷനെ ഒന്നുകൂടി വ്യക്തമാക്കുകയാണ് ഈ പോയിൻറ്റ്സ്. അതിൽ ആദ്യത്തേന്ന് പറഞ്ഞാൽ ടോർട്ട് എന്ന് പറയുന്നത് ഒരു സിവിൽ റോങ് ആണ്. രണ്ടാമത്തേത് ഒരു ടോർഷ്യസ് ലയബിലിറ്റി അറൈസ് ആവുക ഒരു ബ്രീച്ച് ഓഫ് ഡ്യൂട്ടി ഉണ്ടാകുമ്പോഴായിരിക്കും. മൂന്നാമത്തേത് ഒരു ലോ ഇമ്പോസ് ചെയ്തതിൻ്റെ പേരിലായിരിക്കും. അതായത് ഒരാളോ ഏതെങ്കിലും ഒരു ഇൻഡിവിജ്വൽ പേഴ്സൺ ചെയ്യുന്നതല്ല, അത് ഇമ്പോസ്ഡ് ബൈ ലോ ആയിരിക്കും ഈ ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഇത് എല്ലാ പേഴ്സൺസിനും ആപ്ലിക്കബിലിറ്റി ഉണ്ട്. ഒരു പെർട്ടിക്കുലർ പേഴ്സൺ അല്ലെങ്കിൽ അങ്ങനെ അല്ല, ജനറലി എല്ലാ പേഴ്സൺസിനും അതിൻ്റെ ആപ്ലിക്കബിലിറ്റി ഉണ്ട്. ഈ ടോർഷ്യസ് ലയബിലിറ്റി ഒരു കോൺട്രാക്റ്റിൻ്റെ ബ്രീച്ചിലോ ഒരു ട്രസ്റ്റിൻ്റെ ബ്രീച്ചിലോ ഒരു ഇക്വിറ്റബിൾ ഒബ്ലിഗേഷൻ്റെ ബ്രീച്ചിലോ ഒരു ടോർഷ്യസ് ലയബിലിറ്റി ഉണ്ടാവില്ല. നമുക്ക് കിട്ടുന്ന റെമഡി എന്ന് പറയുന്നത് അൺലിക്വിഡേറ്റഡ് ഡാമേജസ് ആണ്. അൺലിക്വിഡേറ്റഡ് ഡാമേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ പേഴ്സൺസിനും ഓരോ എമൗണ്ട് ആയിരിക്കും. അല്ലാതെ ഒരു പേഴ്സണ് ഇത്ര എമൗണ്ട് അങ്ങനെ ഫിക്സ്ഡ് ആയിരിക്കില്ല. ബിക്കോസ് അത് കോർട്ടാണ് തീരുമാനിക്കുക. ഓരോന്നിൻ്റെയും ഗ്രാവിറ്റി അനുസരിച്ചിട്ടായിരിക്കും ഓരോന്നിൻ്റെയും കോമ്പൻസേഷൻ നമ്മൾ ഫിക്സ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ നമ്മൾ കൺക്ലൂഡ് ചെയ്യുന്ന സമയത്ത് ടോർട്ട് ഒരു സിവിൽ റോങ് ആണ്. അങ്ങനെ ഒരു സിവിൽ റോങ് നടക്കുകയും ആർക്കാണോ അത് എഫക്റ്റ് ചെയ്തത് അവരിനെ നമ്മൾ ഇഞ്ചേർഡ് പാർട്ടി എന്ന് പറയാം. ആ ഇഞ്ചേർഡ് പാർട്ടിയും കൂടി പോയിട്ട് ഒരു സ്യൂട്ട് ഫയൽ ചെയ്യും. ആർക്ക് എഗെയിൻസ്റ്റ് ആയിട്ടായിരിക്കും? ആ റോങ് ഡുവർ ആരാണോ നമുക്ക് ടോർട്ട് ചെയ്തത് അവർക്ക് എഗെയിൻസ്റ്റ് ആയിട്ടായിരിക്കും നമ്മൾ കൊടുക്കുക. അവർ നമ്മൾ ടോർട്ട് ഫീസർ എന്നാണ് പറയുക. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് ഈ ക്ലെയിം? നമുക്ക് അൺലിക്വിഡേറ്റഡായിട്ട് ഡാമേജസ് കിട്ടാനാണ്. അതായത് കോമ്പൻസേഷൻ കിട്ടാനാണ്. ഈ എമൗണ്ട് ആരായിരിക്കും തീരുമാനിക്കുക? കോർട്ടായിരിക്കും തീരുമാനിക്കുക. ഈ 4 പോയിൻറ്റ്സാണ് ഇതിൽ മെയിനായിട്ട് നമുക്ക് പറയാനുള്ളത്. എഫക്റ്റ് ചെയ്ത ആളിനെ ഇഞ്ചേർഡ് പേഴ്സൺ എന്നും കുറ്റം ചെയ്ത ആളിനെ ടോർട്ട് ഫീസർ എന്നുമായിരിക്കും പറയുക. Thank you for joining me. I hope you found it helpful. Don't forget to like and subscribe for more law-related contents. Thank you.